എല്ലാവർക്കും ഹാപ്പി വിഷു. ഞങ്ങളുടെ വിഷുക്കണി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ തലേന്ന് വിഷു ഒരുക്കിയപ്പം തന്നെ രാത്രി ഒരു മണിയൊക്കെ ആയപ്പം നല്ലോണം എണ്ണയൊക്കെ ഒഴിച്ച് ഒരു തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണ്ണീറ്റ ഉടനെ സ്റ്റെപ്പൊക്കെ തപ്പി പിടിച്ചിറങ്ങി വന്ന് ഞാൻ തൊഴുതിട്ട് കുളിച്ചൊക്കെ വന്നിട്ടാണ് മൊത്തം തിരിയും ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് അത് കഴിഞ്ഞ് അരുണിനെ കൊണ്ടുവന്നു. അരുണിനെ കൊണ്ടുവന്നത് ഒരു ടാസ്ക് ആയിരുന്നു. അരുണ് എന്നെക്കാട്ടി നല്ല പൊക്കം ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് കൊണ്ടുവരാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അരുണിനെ കണിയൊക്കെ കാണിച്ച് കൈനീട്ടൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മുടെ അല്ലുക്കുട്ടനെയാണ് കൊണ്ടുവന്നത്. അല്ലൂസിനെയും കണിയൊക്കെ കാണിച്ച് ഞാൻ അപ്പം തന്നെ കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലൂസ് വീണ്ടും പോയി കിടന്ന് ഉറങ്ങുകയോ ചെയ്ത ഉറക്കം ഒട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. അല്ലൂസിന്റെ 5:45 ആയിട്ടുണ്ട്. പക്ഷെ എന്ത് പറ്റിയോ എന്തോ. അത് കഴിഞ്ഞിട്ടാണ് ഏകക്കുട്ടിയെ കൊണ്ടുവന്നത്. ഏകക്കുട്ടി ഇതാ കണ്ടില്ലേ, പൂര ഉറക്കമാണ്. അത് കഴിഞ്ഞ് ഞാൻ അവളെ ഇങ്ങനെ ഇരുത്തിയിട്ട് അങ്ങോട്ട് തന്നെ മുഖം തിരിച്ചൊഴിച്ച് അങ്ങനെ ഉണർത്തിയാണ് കണി കാണിച്ചത്. ഏക്കുട്ടിക്ക് കണിയൊന്നും ഞാൻ അപ്പം കൈനീട്ടമൊന്നും അപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവൾ നല്ല ഉറക്കമായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. ഹാപ്പി വിഷു.